ദേ അച്ഛന്റെ കയ്യിലേ ഇപ്പൊ ഇതേ ഉള്ളൂ. അയ്യോ അച്ഛാ, ഞാൻ പൈസക്ക് വേണ്ടി വന്നിരുന്നല്ല, ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ വെച്ചോ. പണത്തിനോടുള്ള എന്റെ ആർത്തിയൊക്കെ തീർന്നച്ചാ. ഇപ്പൊ വസന്തയുടെ ആർത്തിയെ നിങ്ങളുടെ സ്നേഹത്തിനോടുള്ളതാ. അത് കിട്ടിയില്ലെങ്കിലാ സങ്കടം. ശ്യാമേ, നീ എത്തിയിട്ട് കുറെ നേരമായോ? ഇല്ല, ജസ്റ്റ് വന്നേ ഉള്ളൂ. അല്ല വർഷേ, ഇനി എന്താ പ്ലാൻ? ആദ്യം നിന്റെ പ്ലാൻ കേക്കട്ടെ. എന്റെ പ്ലാൻ എന്താ? ഇത്രയും നാളും ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇനിയൊരു തുണയൊക്കെ വേണം. ഒരു കല്യാണം കഴിക്കണം. ദേവികയായിട്ടുള്ള കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ആയോ? UK-ലെ 2 കൊല്ലത്തെ ഹയർ സ്റ്റഡീസിന് പോയിരിക്കാ ദേവിക. ആ ബന്ധം അച്ഛൻ അതോടെ വേണ്ടാന്ന് വെച്ചു. അയ്യോ, അവളിപ്പോ ഏതെങ്കിലും സാഹിബിനെ കിട്ടിക്കാണും. അതായത് ഇനി പുതിയ കല്യാണ പെണ്ണിനെ കണ്ടെത്തണമെന്നർത്ഥം. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആ, ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. വലിയ തരക്കേടില്ല. പ്രണയമാണോ? ആ അതെ, പഴയൊരു പ്രണയം. ഒരിക്കൽ പ്രണയം തുറന്നു പറയാൻ കഴിയാതെ പോയവന്റെ പ്രണയം. ആ നഷ്ടപ്രണയത്തെ തിരിച്ചു പിടിക്കണം. ഇപ്പോഴെങ്കിലും ആളിനോട് പ്രണയം തുറന്നു പറഞ്ഞോ? ആള് ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്റെ കാതോര് തന്നെ ഉണ്ടല്ലോ. പക്ഷേ ഏതായാലും വിക്രത്തെ കൊണ്ടുള്ള ശല്യമൊക്കെ ഒഴിഞ്ഞല്ലോ. ഇന്നലെ വരെ ജോലിക്കാരി അമ്മുവായിരുന്നവൾ ഇനി മുതൽ എന്റെ വീട്ടിലെ മരുമകൾ വർഷയായിരിക്കും. ശ്യാമേ, അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വരട്ടെ. സത്യം പറഞ്ഞ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ വിക്രമിനെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. വിക്രം എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവാ. ഒരു ഭർത്താവ് ഭാര്യയോട് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ മാനസികമായി പീഡിപ്പിച്ചാലും താലി കെട്ടിയ ഭർത്താവ് എന്നും അവൾക്ക് ദൈവം തന്നെയാ. പക്ഷേ നീ പറഞ്ഞു വരുന്നത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ ഹലോ, മിസ്റ്റർ ശ്യാമല്ലേ? അതെ. എന്തു പറ്റി ശ്യാമേ? നീ വണ്ടി കയറ്. ശ്യാമേ, എന്താ പ്രശ്നം എന്ന് പറയേ. പറയാം, നീ വണ്ടി കയറ്. ഇങ്ങതാ. ശ്യാമേ, ഇത് എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ പറയാം. അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. നീ കേറ്, വേഗം കേറ്. ചന്ദ്രുവേ, നിന്റെ ഭർത്താവ് മാധവൻ നായർക്ക് ഓഫീസ് പണിയൊന്നും അല്ല, വർക്ക്ഷോപ്പിലാ ജോലി. ആ ജോലിക്ക് ഇങ്ങനെ ഇസ്തിരി ഇട്ട ഡ്രസ്സൊന്നും ആവശ്യമില്ല. കരിയും പുകയും ഓയിലും ഒക്കെ ആയിട്ടാ സഹവാസം. മാധവൻ നായരെ ഇപ്പൊ വർക്ക്ഷോപ്പ് തൊഴിലാളിയൊന്നും അല്ലല്ലോ, മുതലാളിയല്ലേ? ഓ, മുതലാളിക്ക് ഇസ്തിരി ഇട്ട ഡ്രസ്സൊക്കെ ആവാം. ആ ആയിക്കോട്ടെ, അങ്ങനെയെങ്കി അങ്ങനെ. ആ ചന്ദ്രു, മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഈ മാധവൻ നായര് തിരുത്തി പറയുക. എന്താ? മക്കളെന്ന് പറയുന്നത് ഒരു പുണ്യമാ ചന്ദ്രു. അവര് ചുറ്റും നിൽക്കുമ്പോ വല്ലാത്തൊരു ധൈര്യമാ, ജീവിക്കാൻ വല്ലാത്തൊരു കൊതിയും. നിനക്കങ്ങനെ തോന്നുന്നില്ലേ? അച്ഛാ, ആ കേറി വാ മോളെ. ആ ദേ അച്ഛന്റെ കയ്യിലേ ഇപ്പൊ ഇതേ ഉള്ളൂ. അയ്യോ അച്ഛാ, ഞാൻ പൈസക്ക് വേണ്ടി വന്നിരുന്നല്ല, ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ വെച്ചോ. പണത്തിനോടുള്ള എന്റെ ആർത്തിയൊക്കെ തീർന്നച്ചാ. ഇപ്പൊ വസന്തയുടെ ആർത്തിയെ നിങ്ങളുടെ സ്നേഹത്തിനോടുള്ളതാ. അത് കിട്ടിയില്ലെങ്കിലാ സങ്കടം. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഫിലോസഫി ഒന്നും അല്ലമ്മേ, സത്യം. മോളെ നീ. അച്ഛാ, ഞാൻ വീട്ടിലേക്ക് പോവാ. അച്ഛനോടും അമ്മയോടും പറയാനാ വന്നത്. പെട്ടെന്നെന്താ മോളെ? ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായിക? സതീശന്റെ അമ്മയ്ക്ക്? അല്ലമ്മേ,
സതീഷ് ചേട്ടന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. ഓ അതുകൊണ്ട് എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ലാതെ അമ്മായിമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. സതീശനെയും കൊണ്ട് ട്രാൻസ്ഫർ ആയത് സന്തോഷമേ ഉള്ളൂ മോളെ. പക്ഷേ അതുപോലെ സങ്കടകരമാ മോളുടെ ഇപ്പോഴത്തെ ഈ പോക്ക്. മക്കളെല്ലാം ഒരുമിച്ചുള്ളപ്പോ ഒരു ധൈര്യമാടി. മക്കളൊക്കെ അടുത്തുള്ളത് ഒരു ഭാഗ്യമാണെന്ന് അച്ഛനിപ്പോ പറഞ്ഞങ്ങോട്ട് നാക്കെടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്കും അങ്ങോട്ട് പോണമെന്നില്ലമ്മേ. ഇപ്പൊ തോന്നുക കല്യാണമൊന്നും കഴിക്കണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊന്നും പറയരുത് മോളെ. തങ്കം പോലത്തെ 2 കുഞ്ഞുങ്ങളുണ്ട് നിനക്ക്. സതീശൻ പറഞ്ഞതല്ലേ, മോള് ചെല്ല്. എന്നിട്ട് സതീശനെയും കൂട്ടി ഇങ്ങോട്ട് വാ. അച്ഛാ, അമ്മേ, മോളെ അമ്മേ. ഇപ്പൊ ഞാൻ പോകുന്നെങ്കിലും സതീഷ് ചേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഇങ്ങി വരും. എനിക്ക് നിങ്ങളെ ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല അമ്മേ. അച്ഛാ, ഇറങ്ങ. ശ്യാമേ, നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? പറയാം, വാ. ശ്യാമേ, സത്യം പറ, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റിയോ? ശ്യാം എന്താ എന്നിൽ നിന്ന് ഒളിക്കുന്നേ? എന്നോട് പറ. ഒന്നും പറ്റിയില്ല, നീ വാ. പിന്നെ ആരാ ഹോസ്പിറ്റലില്? ശ്യാമേ, എനിക്ക് ടെൻഷൻ കാരണം നടക്കാൻ പറ്റുന്നില്ല. എല്ലാം പറയാം, നീ വാ. ശ്യാമേ, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കോ? ടെൻഷൻ അടുപ്പിക്കാതെ ഇനിയെങ്കിലും കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ പ്രശ്നം? പറയാം, നീ ഇവിടെ നിൽക്ക.